2018 പ്രളയത്തിൽ തകർന്ന റോഡിൽ കാൽനട യാത്ര പോലും സാധ്യമല്ലാതെ ഒരു ഗ്രാമം. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് അധികൃതരുടെ അവഗണന നേരിടുന്ന ഗ്രാമം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെടുന്ന തടിയമ്പാട് വരകിൽപ്പടിയിൽ നിന്നും തിരിയുന്ന മുളകുവള്ളി കാട്ടാങ്കോട്ടിൽപ്പടി റോഡാണിത്. 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡ് 2018 പ്രളയത്തിലാണ് തകർന്നത്. ഇതോടുകൂടി കാൽനടയാത്രയും അസാധ്യമായി മാറി. പ്രളയജലം കുലംകുത്തി ഒഴുകിയാണ് പൂർണ്ണമായും ഈ റോഡ് തകർന്നത്. മേഖലയിൽ 100-ൽ പരം കുടുംബങ്ങളാണ് അധിവസിക്കുന്നത്. രോഗികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന പ്രദേശത്തെ റോഡ് തകർന്നോടെ നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. 2018 പ്രളയത്തിൽ പോയതാണ് ഈ റോഡ്. മുളകുവള്ളി മുതൽ വരയപ്പടി വരെ ഉള്ള റോഡാണ്. ഞങ്ങളിവിടെ ഒരു 10-75 ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് വഴിയില്ല, വഴി വേണം, അത് അത്യാവശ്യ കാര്യമാണ്. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പള്ളിയിൽ പോകാതെ എടുത്തുകൊണ്ടൊക്കെ പോകണം, കുറ്റിക്കളെ തോട് കടത്തണം. അത്ര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആശുപത്രി പോകണമെങ്കിലും കാട്ടാങ്കുടിപ്പടി വരകിപ്പടി റോഡെന്നാണ് ഇതിന് പറയുന്നത്. ഞങ്ങൾ 10-75 കുടുംബങ്ങളാണ് താമസിക്കുന്ന ഒരു ഏരിയ ഇത്. ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനോ പിള്ളേരെ സ്കൂളിൽ വിടാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരാൾ മെനക്കെട്ട് പിള്ളേരെ എടുത്ത് കടത്തി വേണം ഞങ്ങൾക്ക് സ്കൂളിൽ വിടാൻ. പള്ളിയിൽ പോകണമെങ്കിൽ പോലും ഞങ്ങൾ 4 കിലോമീറ്റർ ചുറ്റിയാണ് പള്ളിയിൽ കൊണ്ട് പിള്ളേരെ വിടുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിതം. കാരണം ഒരു വണ്ടിക്കാരനെ വിളിച്ചാൽ ഒരു വണ്ടിക്കാരൻ ഞങ്ങൾക്ക് ഓട്ടം വരാറില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ പോകാമെന്നല്ലാണ്ട് ഒരു അത്യാവശ്യം വിളിച്ച ഒരു വണ്ടിക്കാർ പോലും ഞങ്ങളുടെ ഈ വഴിക്ക് വരാറില്ല. അത്രയും ദുരിതത്തിലാണ് ഞങ്ങളിവിടെ. രോഗികളായിട്ടുള്ള കാരണന്മാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് റോഡ് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കൊരു വഴി വേണം. ഇതിലെ മഴ പെയ്യുമ്പോൾ ഭയങ്കര വെള്ളമാണ് വരാൻ. ഞങ്ങൾക്ക് ഇതിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര പേടിയാണ്. മഴയത്ത് ഞങ്ങൾ അപ്പം നമുക്ക് ഇതിൽ ഞങ്ങൾ എടുത്താണ് കടത്തുന്നത് തോടിക്കോട് അപ്പുറത്ത്. ഭയങ്കര പേടിയാണ് ഇതിനെ. ജില്ലാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കുവാൻ ജില്ലാ ഭരണകൂടം ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.